ഡാ നീ വല്ല ബലിയിടാനും പോവാന്നോ? കുറേ നേരമല്ലേ ചോറ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, കഴിക്കുന്നില്ലേ? വേണ്ട മച്ചാനെ, ഒരു വിശപ്പില്ല, ഇറങ്ങുന്നില്ല. മച്ചാൻ്റെ സീൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. മച്ചാൻ എന്താ കഴിക്കാതിരിക്കുന്നതെന്നും അറിയാം. പിന്നെന്തിനാ മച്ചാനെ വിശപ്പില്ലെന്നുള്ള ഡയലോഗൊക്കെ? കഴിക്കുക മച്ചാനെ. മച്ചാനെ മറ്റേ 5 ഏക്കറിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. വൈകിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞ് നമുക്ക് പോയി ഒന്ന് കാണാം. 5 ഏക്കറോ? ചുമ്മാ ടെക്നിക്ക് അവൻ 5 ഏക്കർ നീ വല്ല വിശ്വസിക്കുന്ന വല്ല കള്ളവും പറയണം. അളിയ, നീ ആരെക്കുറിച്ച് ഓർത്താ വിഷമിച്ചിരിക്കുന്നത് എനിക്കറിയാം. അവളിപ്പോൾ അവൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുമായിരിക്കും. പിന്നെ നീ എന്തിനാ ഈ വിഷമിച്ചിരിക്കുന്നു? അതെ, നിനക്ക് ചോദിക്കണോ? നമുക്ക് പോയി ചോദിക്കാം. ഇന്ന് പോണോ? ഇപ്പോൾ പോണോ? മച്ചാനെ, നമ്മൾ ഈ ഇടത്തെ സൈഡിൽ ഇരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഹൃദയം, അത് നമ്മൾ താഴോട്ട് ഇറക്കി വെച്ച് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് എന്തെങ്കിലും ഇതൊന്ന് കാണിച്ച അത് നമുക്കറിയാൻ പറ്റും, നമുക്കത് ഫീൽ ചെയ്യും. മച്ചാനെ, അവള് തന്നെ പറയും മച്ചാനെ, അവള് തന്നെ നമ്മളോടെല്ലാം പറയും. അതുവരെയും വെയിറ്റ് ചെയ്യും. അതുവരെ മച്ചാനെ, എനിക്ക് വിശക്കുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇത് കഴിച്ചിട്ട് പോടാ. വേണ്ട, ഒരു സുഖമില്ല, അതാ. നിങ്ങളെ എന്താടാ ഇത്? പറ. കഴിഞ്ഞോ നിന്റെ ബാംഗ്ലൂരിൽ അവിടെ ഇരിപ്പ്? ഇല്ലടാ, ജസ്റ്റ് 2 days ഒരു ചിക്കനെ കൂട്ടാൻ വന്നാണ്. അത് കഴിഞ്ഞ് ഉടനെ ഞാൻ പോകും. എടാ, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എടാ, എന്താ നിന്റെ പ്രശ്നം? ഏതാ മറ്റേ കൊച്ചാണോ? കൊച്ചല്ല, ഗീതു. അതെന്തെങ്കിലും ആവട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? എടാ, എനിക്കറിയില്ല, ഒരു പ്രത്യേക വൈബാ. നിനക്കറിയാലോ എനിക്ക് അർഷനെ എത്ര ഇഷ്ടമാണ്. അവളെ കളഞ്ഞിട്ട് വേറൊരു പെണ്ണിൻ്റെ പുറകെ പോകാൻ ഞാൻ ചിന്തിച്ചിട്ടും കൂടിയില്ല. പക്ഷെ ഇത് വേറൊരു വൈബാ. കളി വൈബാണോ? അതൊന്നും അല്ല. എടാ, ഇത്രയും കാലം ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത എന്തോ ഒന്ന് അവളുണ്ട്. സംതിങ് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ us. ഐ നോ ദാറ്റ്. എന്നോട് പറഞ്ഞോ? അവളാണ് എന്നോട് പറഞ്ഞത്. എടാ, വില്ല നീയല്ലേ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ആകെ 2 മണിയെ കണ്ടിട്ടുള്ളൂ. എടാ, അതിനാണ് ഈ ഇൻസ്റ്റാഗ്രാം. നീ ചാറ്റ് നോക്കിയേ, കണ്ട? എന്താ നിന്റെ ഉദ്ദേശം? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. അത് മനസ്സിലായി. എടാ, പക്ഷെ ആർഷ അവളൊരു പാവലടാ. അപ്പൊ ഞാൻ പാവല്ലേ? ഓ, നീ കമ്മിറ്റഡ് എന്നുള്ള കാര്യമൊക്കെ അറിയോ? ഞാനിത് പറയാനും ചോദിക്കാനും പോയില്ല. ഞങ്ങനെ മൂഞ്ചിൽ കിട്ടിയാലോ? ഇപ്പൊ അറ്റ്ലീസ്റ്റ് റിപ്ലൈ എനിക്ക് തരുന്നുണ്ട്. ഇനിയിപ്പോ നാളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാം. നാളെയോ? നാളെ ഞാൻ അവളും കൂടെ പുറത്തെവിടെയും വെച്ച് ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ലതാ. എബിനെ, ഞാൻ ഒരു കാര്യം പറയാം. പണ്ട് പ്രേമിച്ചിരുന്ന സമയത്തും ലൈൻ അടിച്ചിരുന്ന സമയത്തും ഇതേ ഫീലിങ്സ് എനിക്കും വന്നിട്ടുണ്ട്. അത് സ്വാഭാവികം. പക്ഷേ നിന്റെ റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുവാണ്, നാളെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ച് പിടിക്കപ്പെട്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷെ ആർഷ എങ്ങാനും ഇത് അറിഞ്ഞ അവളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അവളെന്തായാലും നിന്നെ ഇട്ടിട്ട് പോകും. പിന്നെ ജീവിതകാലം മുഴുവൻ നീ തോർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. നെഗറ്റീവ് ആയല്ലോ. ഈ നെഗറ്റീവ് പറയാനോ നീ ബാംഗ്ലൂരിൽ കെട്ടിയെടുത്ത? ഐ ആം ജസ്റ്റ് ടെല്ലിങ് ദ ഫാക്ട് മാൻ. എനിവേ, നീ അപ്പോൾ നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്ത്. എന്നാ ഞാൻ പൊക്കോട്ടെ? നീ എവിടെ പോവാ? 2 ദിവസം കണ്ടു പോവാ. എടാ, നടക്കൂല അളിയ, 8 മണിയാകുമ്പോൾ വരും. ഞാൻ നിന്നെ പോലെ അല്ലടാ, സിംഗിൾ അല്ലേ. അപ്പൊ ലെറ്റ് മീ ലീവ് മാൻ. ബൈ. വിധി ഉണ്ടെങ്കിലേ വീണ്ടും കാണാം.
ഡോ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാർക്കിങ്ങിൽ വണ്ടി വെക്കരുതെന്ന്? അതിന് താനാരാ? ഞാനാരെന്ന് എനിക്കറിയാൻ പാടില്ലേ? താനാരാ? ഞാൻ ഈ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണോ? താൻ അസോസിയേഷൻ പ്രസിഡന്റ് അല്ലേ, അല്ലാണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നല്ലല്ലോ. ഓട്ടെ. ആരാ ഇതെന്താ ഈ കോലത്തില്? നിന്റെ വീട്ടുകാരെ പോലും നിന്നെ കോലത്തിലുണ്ട് തിരിച്ചറിയില്ല. പിന്നെ നാട്ടുകാരാണ്. അമ്മയോട് പോകാൻ പറ, നമ്മൾക്ക് പണിയൊന്നുമില്ല. കേറ് കേറ് കേറടോ. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോന്ന്? ഇല്ല. കൊള്ളാം, നല്ല രസമുണ്ട്. താനെന്തെങ്ങനെ നോക്കുന്നേ? താനും നോക്കുന്നുണ്ടല്ലോ. നമുക്കൊരു സെൽഫി എടുത്താലോ? നമുക്കിത് വേണ്ട. എന്ത് പറ്റി? ഞാനങ്ങനെ എൻ്റെ മൂമെന്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാറില്ല. സോ ഇത് വേണ്ട. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ പിന്നെ തന്നെ ഇങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. എപ്പോഴും എന്തിനാ കാണുന്നത്? തന്നെ കണ്ടപ്പം തന്നെ എനിക്കൊരു കണക്ഷൻ കിട്ടിയിരുന്നു. തനിക്കത് കിട്ടിയോ എന്നെനിക്കറിയില്ല. എനിക്ക് തൻ്റെ ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നുക. ഞാൻ എൻ്റെ ആരാവെന്നോ എന്താവെന്നോ എനിക്കറിയില്ല. എനിക്കതറിയും വേണ്ട. ഞാൻ കമ്മിറ്റഡ് ആണ്.